അസമിലേക്കാണ്. അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഒരു വീഡിയോ വിവാദമായിരിക്കുകയാണ്. അദ്ദേഹം ഒരു തോക്കെടുത്തിട്ട് മുസ്ലിം വേഷധാരികളായ 2 പേർക്കെതിരെ വെടിവെക്കുന്ന, മുസ്ലിം വേഷധാരികൾ എയിൽ നിർമ്മിച്ച വീഡിയോ ആണ്. അവർക്കെതിരെ വെടിവെക്കുന്ന, പോയിൻറ്റ് ബ്ലാങ്കിൽ വെടിവെക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അസമിലെ BJPയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ വന്നിരുന്നു. ഇത് മുസ്ലിം വംശഹത്യയ്ക്ക് ഒരു മുഖ്യമന്ത്രി തന്നെ തുടക്കമിടുന്ന രീതിയിലുള്ള പ്രചാരണമാണ് നടന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷ കക്ഷികളടക്കം ആരോപിക്കുന്നു. വലിയ വിവാദമായിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ എവിടെ ഇതിലെന്താണ് നടപടിയെടുക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഹിമന്ത് ബിശ്വ ശർമ്മ നടത്തുന്ന മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ വിദ്വേഷ പ്രസ്താവനകൾ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇതാണെങ്കിൽ നേരിട്ട് വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്യുന്നത്, അതും അസമിലെ BJPയുടെ എക്സ് ഹാൻഡിലാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഈ വിവാദങ്ങളെ തുടർന്ന് വീഡിയോ പിൻവലിച്ചു. പക്ഷേ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. അതിലേക്കാണ് അജിംസ്. ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഇതിനു മുമ്പുള്ള നിരവധി വിദ്വേഷ പ്രസ്താവനകൾ നമുക്കുണ്ട്, എല്ലാം മുസ്ലിം സമുദായത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളത്. ഇപ്പോഴിതാകട്ടെ നേരിട്ട് വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്യുന്നത് എങ്ങനെയാണ്? അസമിൽ എല്ലാ മുസ്ലിങ്ങൾക്കെതിരെയല്ല ഹിമന്ത് ബിശ്വ ശർമ്മ സംസാരിക്കുക. മിയ എന്ന് അവർ ഡെറഗേറ്ററി ആയിട്ട് പറയുന്ന ബംഗ്ലാ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ റെട്ടറിക്. ഇത്രയും നാൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം. അവിടെ അസമീസ് ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, അവരെ പറ്റി ഒന്നും പറയില്ല, ഇവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പുതിയ സാധ്യതയായി ഹിമന്ത് ബിശ്വ ശർമ്മ തന്നെ വികസിപ്പിച്ചെടുത്തൊരു കാര്യമാണ്. കാരണം കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ ആളാണ് ഹിമന്ത് ബിശ്വ ശർമ്മ. അതൊരു നോൺ RSSകാരനല്ല. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരാൾ BJPയിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൊളിറ്റിക്കൽ കരിയറിൽ കാര്യമായിട്ട് വളർച്ച ഉണ്ടാവില്ല. നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് പരിശോധിച്ചാൽ അറിയാം. സമീപകാലത്ത് കോൺഗ്രസിൽ നിന്ന് BJP പോയി ആളുകൾ അവരുടെ പൊളിറ്റിക്കൽ കരിയറിൽ എരിഞ്ഞടങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരെ പറ്റി ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ BJPയിൽ പോയ കോൺഗ്രസ്സുകാരെടുക്കുക. ടോം വടക്കൻ എന്ന പേര് നിങ്ങൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ? ഒന്നും കേൾക്കാറില്ല. ഉത്തരേന്ത്യയിൽ അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും പ്രധാനപ്പെട്ട ആൾ, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അശോക് ചവാൻ പോയി, അദ്ദേഹത്തിനെ പറ്റി കേൾക്കുന്നേയില്ല നമ്മളാരും. അപ്പോൾ BJPയിൽ ഒരു പൊളിറ്റിക്കൽ കരിയർ ഉണ്ടാക്കണമെങ്കിൽ എവിടെ RSSകാരനല്ലാതെ BJPയിൽ വന്നിട്ട് ഒരാൾക്ക് പൊളിറ്റിക്കൽ കരിയർ ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ അയാൾ വർഗീയത പറയണം, അതല്ലാതെ അതിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ എത്ര സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നുണ്ട്? എത്ര സംസ്ഥാനങ്ങളിൽ BJP മുഖ്യമന്ത്രിയുടെ പേര് നമുക്ക് ഓർമ്മയുണ്ട്? ജേർണലിസ്റ്റുകൾ നമുക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എന്നാൽ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ പേര് എല്ലാവർക്കും അറിയാം. അസം മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് എല്ലാവരും പറയും. ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെയോ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെയോ രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെയോ പേര് പെട്ടെന്ന് ആർക്കെങ്കിലും ഓർമ്മ വരുമോ? ഓർത്തെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് റെഫർ ചെയ്യേണ്ടി വരും, ChatGPT ഉപയോഗിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗം വർഗീയത പറയുക എന്നുള്ളതാണ് എന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൽ അദ്ദേഹം മത്സരിക്കുന്ന ആരോടാണ്? യോഗി ആദിത്യനാഥിനോടാണ്. അതിന് അദ്ദേഹത്തോട് കോമ്പറ്റീഷനുള്ള ഒരാൾ യോഗി ആദിത്യനാഥാണ്. വേറെ ആരും അങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്നില്ല. അസമാകട്ടെ അതിന് നല്ല വളക്കൂറുള്ള മണ്ണാണ്, നേരത്തെ വളക്കൂറുള്ള മണ്ണാണ്. കാരണം 80കളിൽ അവിടെ ഈ കുടിയേറ്റ വിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള ബംഗ്ലാ വിരുദ്ധ പ്രക്ഷോഭം നടന്നൊരു സ്ഥലമാണ്. അങ്ങനെയാണ് അവിടെ ഒരു അസം അക്കോഡൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രക്ഷോഭം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? 1971 ബംഗ്ലാദേശ് വിമോചനത്തിൻ്റെ കാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് കുറേ അധികം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നു. അവർ അസമിൽ മാത്രമല്ല, അസം, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ഈ സംസ്ഥാനങ്ങളിലുമായിട്ട് സർക്കാർ തന്നെ 100-800 ക്യാമ്പുകൾ സ്ഥാപിച്ച് അവരവിടെ താമസിപ്പിച്ചു. അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം യാഥാർത്ഥ്യമായതോടുകൂടി ഈ വന്ന ഏതാണ്ട് ഒരു 1 കോടിയോളം അധികം ആൾ വന്നിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. 10 മില്യൺ ആണ് കണക്ക്. ഏതാണ്ട് ഒരു 9 മില്യണെങ്കിലും ആളുകൾ തിരിച്ചുപോയി. ബാക്കി 10 ലക്ഷം ആളുകൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് ചിത്രകിടപ്പുണ്ടാവും, സ്വാഭാവികമാണ്. വന്ന ആളുകൾ തിരിച്ചുപോയി, ഈ 10 ലക്ഷം പേർ അവിടെ ഉണ്ട്. പക്ഷേ ഈ 80കളിലെ പ്രക്ഷോഭത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന 71 ബംഗ്ലാദേശ് വിമോചനം, ബംഗ്ലാദേശ് യുദ്ധത്തെ തുടർന്നുള്ള അഭയാർത്ഥി ഇൻഫ്ലക്സ് ആയിരുന്നില്ല. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും അതിനുശേഷവും ഈ ബംഗ്ലാദേശ് രൂപീകരണം വരെയുമുള്ള സമയങ്ങളിൽ ഈ ബംഗ്ലാദേശ് അസം ബോർഡർ വളരെ പോറസ് ആയിരുന്നു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. കാരണം ഒരേ കൾച്ചറാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള ആളുകളുടെയും ബംഗാൾ, ത്രിപുര, ആസാം എന്നുള്ള ആളുകളുടെയൊക്കെ കൾച്ചറും ഭാഷയൊക്കെ ഒന്നാണ്. അതിർത്തി രണ്ടായി എന്ന് കരുതി, ഇപ്പോൾ ഇന്ത്യ വിഭാഗ വിഭജനം നടന്നെന്ന് കരുതി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരുടെ കാലത്ത് തോട്ടം തൊഴിലാളികളായിട്ട് ധാരാളം ആളുകൾ ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അസമിലേക്ക് വന്നിട്ടുണ്ട്, തോട്ടം തൊഴിലാളികളായിട്ടുണ്ട്, തിരിച്ചു പോയിട്ടുണ്ടാവും. അവർ അങ്ങോട്ട് വരും പോവുകയും ചെയ്യും. അപ്പോൾ ആ കാര്യത്തിൽ ഈ 71 ബംഗ്ലാദേശ് രൂപീകരിക്കുന്ന വരെയുള്ളൊരു കാലഘട്ടത്തിൽ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ആ ഒരു ബോർഡറിനെ പറ്റി അത്ര ശ്രദ്ധാലുക്കളാണെന്ന് വെച്ചാൽ അല്ല. കാരണം എത്ര ആളുകൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്, എത്ര പേര് പോയിട്ടുണ്ടെന്നുള്ള കൃത്യമായ കണക്ക് ആർക്കുമില്ല. അപ്പോൾ ഈ ബംഗാൾ അക്കോർഡ് തീരുമാനിച്ചുകൂടി 71 മുൻപ് അസമിൽ വന്ന് താമസിച്ചിട്ടുണ്ടാകാവുന്ന 70 മുമ്പ് അവിടെ ജീവിച്ചു പോരുന്ന ആളുകളൊക്കെ പൗരന്മാരാണെന്ന് ഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു മുസ്ലിം ഇഷ്യൂവേ അല്ല.
അസമിലേത് ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല. കാരണം ബംഗ്ലാദേശിൽ നിന്ന് കൂടുതലായി ഇങ്ങോട്ട് മൈഗ്രൻസ് ആയിട്ട് വന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളാണ്. അവർ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് കുറേ പേര് അവിടെ നിന്നിട്ടുണ്ട്. ആ കുറേ പേര് നിന്നവരിൽ തന്നെ ബഹുഭൂരിഭാഗവും ഈ ബംഗ്ലാദേശിലുണ്ടായിരുന്ന ദളിത് സമുദായങ്ങളായ ഹിന്ദുക്കളാണ്. അവർക്കെതിരെയാണ്, അവരെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ അസം ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ പ്രൊട്ടസ്റ്റ് നടന്നത്, അസം അക്കോർഡ് നടന്നത്. അതിനുശേഷം അവിടെ NRC നടപ്പാക്കിയത്. NRC നടപ്പാക്കിയപ്പോൾ തന്നെ 2019 എന്താണ് കണ്ടത്? 20 ലക്ഷം ആളുകൾ ഈ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നു. അതിൽ ബഹുഭൂരിഭാഗവും ഈ പറയുന്ന ദളിത് സമുദായങ്ങളായ ഹിന്ദുക്കളാണ്. അതിൽ കുറേയധികം പേർ ഡോക്യുമെൻ്റ് കൊടുത്തു, തയ്യാറാക്കാൻ നോക്കി. ഇനി CAA നടപ്പാക്കി. CAA നിയമം നടപ്പാക്കി തുടങ്ങിയപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ 2025 ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആകെ 10-12 പേരാണ് ഇതിന് അപേക്ഷ കൊടുത്തത്. പൗരത്വത്തിനായി അപേക്ഷ കൊടുത്ത് 10-12 പേർ മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകളും അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, കാരണം CAA വരുന്നതുകൊണ്ട് എന്താണ്, ബംഗ്ലാദേശിൽ നിന്ന് വന്നുള്ള ദളിത് സമുദായങ്ങളായ ഹിന്ദുക്കൾക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായി പൗരത്വം ലഭിക്കും. പൗരത്വത്തിന് അപേക്ഷ കൊടുത്ത് 10-12 പേരുള്ളൂ എന്ന് പറഞ്ഞാൽ ആരാണ്? ബാക്കി മുഴുവൻ ആളുകളെ ഞങ്ങൾ പുറത്താക്കാൻ പോകണമെന്നാണ് പറഞ്ഞ അർത്ഥം. യഥാർത്ഥത്തിൽ അവിടെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട് നടക്കുകയാണ്. ഞാൻ ഇന്ന ആളുകളെ പുറത്താക്കാൻ പോവാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താ ചെയ്യുന്നത്? പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബംഗ്ലാ ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ, ഈ മിയാ മുസ്ലിങ്ങൾ എന്ന് ഇദ്ദേഹം വിളിക്കുന്ന ഈ മിയാ മുസ്ലിങ്ങൾ അസമിലെ ഏറ്റവും സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കാവസ്ഥയിലുള്ള ആളുകളാണ്. അവർ അസമിൻ്റെ മുഖ്യധാരയിൽ ഇല്ലാത്ത ആളുകളാണ്. പ്രധാനമായി അവർ താമസിക്കുന്ന എവിടെയാണ്? ഈ ബ്രഹ്മപുത്ര നദിയുടെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു നദിയുടെ നടുക്കൊക്കെ മൺതിട്ടകളൊക്കെ പോലെ ഉണ്ടാവും, കുറച്ച് ഭൂമി ദ്വീപ് പോലെ ഉണ്ടാവും. അവിടെയൊക്കെ കുടിൽ വെച്ച് താമസിക്കുന്ന ആളുകളാണ് ബഹുഭൂരിഭാഗം ആളുകൾ. അപ്പോൾ ഇവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനുമില്ല. അപ്പോൾ അവരെ എന്ത് ചെയ്യുന്നു? വ്യാപകമായ ബുൾഡോസർ രാജ് നടപ്പാക്കുന്നു, അവരുടെ ചേരികൾ പൊളിച്ച് നീക്കുന്നു, അവരെ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഓടിക്കുന്നു. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ തന്നെ ഇന്ത്യൻ പൗരന്മാരാണ്, അവർ വോട്ടവകാശമുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ള അസം ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് സന്തോഷമാവും. അപ്പോൾ BJPക്ക് വീണ്ടും ആൾ വോട്ട് ചെയ്യുമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ വിശ്വസിക്കുന്നത്. അത് ഒരു പരിധിവരെ BJPക്ക് അവിടെ വോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനമാണ്. ഇന്ത്യയുടെ ഒരു മുഖ്യധാരയിൽ വരാത്തൊരു സംസ്ഥാനമായതുകൊണ്ട് അവിടെ നിന്നുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ വരാറില്ല, കാര്യമായി വരാറില്ല. അവിടെ നിന്ന് എല്ലാ ദിവസവും വാർത്തകൾ വരുന്നവരെ ഒരുപക്ഷെ അവിടെ ഒരു നോർത്ത് ഈസ്റ്റ് ബ്യൂറോ ഉള്ള ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ടുഡേ മാത്രമാണ്. ബാക്കി ആർക്കും അവിടെ അങ്ങനെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയുന്നില്ല. ചില അതിഭീകരമായ ദൃശ്യങ്ങളോ വാർത്തകളോ മാത്രമാണ് പുറത്തു വരുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ തോക്ക് ചൂണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചാൽ മാത്രമാണ് അത് വാർത്തയാവുന്നത്. ഇപ്പോൾ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ ചെയ്ത കാര്യം ഒരു ഹെയ്റ്റ് ക്രൈമാണ് എന്നെല്ലാവർക്കും അറിയാം. ആ വീഡിയോ ഹെയ്റ്റ് ക്രൈമിൻ്റെ ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഹെയ്റ്റ് ക്രൈമാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്? ഓട്ടോറിക്ഷയിൽ കയറി അവർക്ക് 25 രൂപയാണെങ്കിൽ 20 കൊടുക്കാവൂ, അവരെ പരമാവധി കഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്. ഒരു ജനവിഭാഗത്തെ അപരവൽക്കരിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കും എന്ന് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ നിയമവിരുദ്ധമാണ് ആ കാര്യം. അതിൻ്റെ നടപടി പോട്ടെ, ഒരാൾ പരാതി കൊടുത്ത് കേസെടുപ്പിക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുന്നത്? അസമിലെ ദിബ്രുഗഡിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കും. കേസെടുത്തിട്ട് വിചാരണ അവിടെ ആയിരിക്കും. ആളുകളെ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ എത്തി കേസ് നടത്തുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഹിമന്ത ബിശ്വ ശർമ്മ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹെയ്റ്റ് ക്രൈമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രസ്താവനകൾക്ക് രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിൽ കേസെടുത്തുകൂടെ? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത്, കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കേസെടുക്കണം. ഹിമന്ത ബിശ്വ ശർമ്മ കേരളത്തിൽ വന്ന് കേസ് നടത്തരുതെന്ന് വിചാരിക്കണം. അത് തിരിച്ചും അങ്ങനെയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ പോലും ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, ആർക്കും അതൊരു പ്രശ്നമല്ല. അവിടെ എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ളതാണ് ആളുകളുടെ പ്രശ്നം. പിന്നെ ഒപ്പോസിഷൻ, ഇപ്പോൾ തരുൺ ഗൊഗോയ് ഒക്കെ അവിടെ നിന്ന് വളർന്നു വന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്, അതാരും റിപ്പോർട്ട് പോലും ചെയ്യുന്നില്ല, മാധ്യമങ്ങളിൽ വരുന്നില്ല. പാർലമെൻറ്റിലാകട്ടെ ഇതൊന്നും പറയാൻ സമയമില്ല. അവിടെ 100 കൂട്ടം വേറെ പ്രശ്നങ്ങളുണ്ട്, പറയാൻ തന്നെ അനുവദിക്കുന്നില്ല. അപ്പോൾ അസമിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം ഈ വർഷം ഇലക്ഷൻ നടക്കാൻ പോകണം അവിടെ കേരളത്തോടൊപ്പം. സ്വാഭാവികമായും ആ ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഇതിൽ കൂടുതൽ എന്താണ് വരാനുള്ളതെന്നാണ്. അതായത് ഒരു വംശഹത്യയുടെ, ഒരു മുസ്ലിം വിരുദ്ധ കലാപം നടന്നൊരു സ്ഥലമാണ്. നെല്ലി കലാപം നടന്ന സ്ഥലമാണ്. നെല്ലി കലാപം നടന്നത് എങ്ങനെയാണ് നമുക്കറിയാം. വാജ്പേയി വന്ന് പ്രസംഗിച്ചിട്ട് പോയ തൊട്ടുടനെ മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകളയാണ് ചെയ്തത്. അങ്ങനെ വംശഹത്യക്ക് സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ്.
അതിന് സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ്. എന്നിരിക്കെ ഇനി ഇതിൽ കൂടുതൽ എന്താണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം. മറ്റൊരു വംശഹത്യക്ക് അസം സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക. ഇതാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. യെസ് നിഷാദ്, ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കോൺഗ്രസ് കടുത്തൊരു ആരോപണം ഉന്നയിച്ച. ഹിമന്ത ബിശ്വ ശർമ്മയും കുടുംബാംഗങ്ങളും ചേർന്നിട്ട് ഏകദേശം 4000-ഓളം ഏക്കർ ഭൂമി അനധികൃതമായിട്ട് അവരെ സ്വന്തമാക്കിയെന്ന്. അതോടൊപ്പം തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെയുള്ള അഴിമതി അല്ലെ അനധികൃത സ്വത്ത് സംഭാവന അടക്കമുള്ള പരാതികൾ അറിയിക്കാൻ വേണ്ടി അവരൊരു വെബ്സൈറ്റ് തുടങ്ങുകയും ചെയ്തിരുന്നു. ആ വെബ്സൈറ്റ് അങ്ങനെ തുടങ്ങി എന്നുള്ള അറിയിപ്പ് വന്നതിന് പിന്നാലെ ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് മൊത്തത്തിൽ രാജ്യം മുഴുവൻ ചർച്ചയാകുന്ന തരത്തിലുള്ളൊരു വംശഹത്യക്കുള്ള. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ വംശീയത എന്ന് പറയുന്ന സംഗതിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കുക എന്നുള്ള ഉദ്ദേശമാണ് എല്ലായ്പ്പോഴും ഉള്ളത്. നമ്മൾ നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കെട്ടുതാലി മോഷ്ടിക്കാൻ വിദേശികൾ വരാൻ പോകുന്നുവെന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ വംശീയത എപ്പോഴും എടുത്തുപയോഗിക്കുന്ന ആളുകൾക്ക് അവർ പൂർണ്ണമായും വംശീയവാദികളാണോ ചോദിച്ചാൽ ചില ആളുകൾ പൂർണ്ണ വംശീയവാദികൾ പോലും ആയിട്ടുള്ളവരായിരിക്കില്ല. എന്ന് വെച്ചാൽ ഹിമന്ത അല്ല എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അവരുടെ ഉദ്ദേശം ജനങ്ങൾക്കിടയിലേക്ക് ഈ പറഞ്ഞ വംശീയതയുടെ, വർഗീയതയുടെ, വെറുപ്പിൻ്റെ സംഗതി കത്തിച്ചു നിർത്തിയിട്ട് അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇപ്പോൾ എന്തിനാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ പറഞ്ഞ ഇസ്രായേൽ വികസിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയും ഗസയിൽ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നത്? അതിനൊരു കാരണങ്ങളൊന്നും അയാൾക്കെതിരായിട്ടുള്ള അഴിമതി കേസാണ്. റഫാൽ യുദ്ധവുമായി ഇടപാട് നമുക്ക് ഓർമ്മയുള്ളതാണ്. പട്ടാളക്കാരുടെ ശവപ്പെട്ടി കുംഭകോണം നമുക്ക് ഓർമ്മയുള്ള കേസാണ്. ഇതൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് വൈകാരികമായ സംഭവങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മനസ്സ് തെറിപ്പിച്ച് കളഞ്ഞത്, ചിതറി മാറ്റിക്കളഞ്ഞത് എന്ന് നമുക്ക് നല്ല അനുഭവങ്ങളുടെ ഓർമ്മയുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു പ്രധാന ഘടകം അവിടെ. അസമിനെ പോലെ ഒരു സംസ്ഥാനം ഏറ്റവും പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന, ഇപ്പോഴും പൂർണ്ണമായ പുരോഗമനം സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്ത മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ ഉറപ്പായും ചർച്ച ചെയ്യേണ്ടതെന്നാണ്. അവിടെ ഉറപ്പായും ചർച്ച ചെയ്യേണ്ട എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യമെങ്കിലും സർക്കാർ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് വരെയുള്ള അടിസ്ഥാന ജീവസന്ധാരണ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്. കേരളത്തിലെ പോലെ ഒന്നുള്ള മുദ്രാവാക്യങ്ങളെ അല്ല അവിടെ വേണ്ടത്. കേരളത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഹീറ്റഡ് പൊളിറ്റിക്കൽ സംഗതികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ അങ്ങനെയൊന്നും അല്ലാന്ന്. അവിടെ എല്ലായിടത്തും റേഷൻ കടയുണ്ടോ, എല്ലാവർക്കും കഴിക്കാൻ ഫുഡ് കിട്ടുന്നുണ്ടോ, എല്ലാവർക്കും സ്കൂളുണ്ടോ, മനുഷ്യർക്ക് തുല്യതയോടെ ജീവിക്കാൻ, ഒരു പശുക്കളുടെയെങ്കിലും സ്റ്റാറ്റസിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട തരത്തിൽ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ ആയാലും അസമായാലും ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് പോയിട്ട് മുസ്ലിം വിരുദ്ധത ഇങ്ങനെ പരമാവധിയിൽ പറയുക, അതിൻ്റെ ഒരു പരകോടിയിലെത്തും, അതിൽ നിന്ന് വോട്ട് കിട്ടി ജയിക്കാൻ കഴിയും എന്ന് വിചാരിക്കുക, അതൊരു ശാപമാണ് നമ്മുടെ. നേരത്തെ അജിംസ് പറഞ്ഞാൽ അസമിൻ്റെ ഒരു ചരിത്രം തന്നെ ഇത്രയും വംശീയമായ സംഗതികളാണ്. ഇപ്പം അസം സ്റ്റുഡൻസ് യൂണിയൻ 79 ഇങ്ങനെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ മതനിരപേക്ഷമായിട്ടുള്ള ഒരു സംഗതിയാണിത്, 71 ശേഷമുള്ള മുഴുവൻ പേരെയും ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമാണെന്നാണ് അന്നത്തെ സ്റ്റുഡൻസ് യൂണിയൻ അവകാശപ്പെട്ടത്. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം അങ്ങേയറ്റം എന്തായിരുന്നു? വംശീയമായിരുന്നു, മുസ്ലിം വിരുദ്ധമായിരുന്നു. അതിന് 80s എന്ത് നടക്കുന്നത്? നെല്ലി കൂട്ടക്കൊല നടക്കുന്നത്. 3000 പേരെ മുസ്ലിം ഗ്രാമങ്ങൾ കയറി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വെട്ടിയും കുത്തിയും അരിഞ്ഞും കൊന്നു. എത്ര സമയം എടുക്കുന്നറിയോ? 7 മണിക്കൂർ. 7 മണിക്കൂർ കൊണ്ട് 3000 പേരെ കൊന്നു എന്നാണ് ഔദ്യോഗിക ഡേറ്റ പറഞ്ഞത്. അതിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ വംശഹത്യകളൊന്നാണ്. എവിടെയാണെന്ന്? അസമിലാണ് എന്നോർക്കണം. ഏതാണ്? ഈ അപരത്വത്തിൻ്റെ ഈ എന്താ വിഷവാഹകർ കൊണ്ടുവന്നിട്ടുള്ള ദുരന്തമാണ് അത്. അപ്പോൾ ആ ചരിത്രമാണ് അസമിനുള്ളത്. ആ ചരിത്രം നീറിപ്പൊഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് എപ്പോൾ വേണമെങ്കിലും ആർക്കും കത്തിക്കാൻ കഴിയുന്ന നിർഭാഗ്യകരമായ ഒരു സാമൂഹ്യ സാഹചര്യം അസമിലുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾ, ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾ, അയാളെ ആരുണ്ട് തടുക്കാൻ എന്നാണ്. ഇപ്പോൾ അജിംസ് പറഞ്ഞല്ലോ, കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ജമിയത്തുൽ ഉലമായ ഹിന്ദ് ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. നിരന്തരമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് പറയുകയാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മാസമാണ് 10-40 അക്കാഡമിഷ്യന്മാർ ഒരു കത്ത് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നു, ഇത് കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട്. വേറെ ആക്ടിവിസ്റ്റുകൾ പലരും പരാതിയായിട്ട് സുപ്രീം കോടതിയെ പോലും സമീപിച്ചിട്ടുണ്ട്. കോടതി കേസെടുത്തിട്ടില്ലല്ലോ. 2023 2023 ഏപ്രിൽ അങ്ങനെയാണ് സുപ്രീം കോടതി പറഞ്ഞത്, വിദ്വേഷ പ്രസംഗം നടത്തിയാൽ പരാതിയൊന്നും വരാൻ നോക്കി നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കാൻ പറ്റും എന്ന് കോടതി ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചിട്ട് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്ന് പബ്ലിക്കായി വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുസ്ലിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കയറിയാൽ 5-ന് 4 കൊടുക്കാവൂ, ബുദ്ധിമുട്ടിക്കണം, അവന്മാരെ ഓടിക്കണം. അവന്മാരെ ബുദ്ധിമുട്ടിക്കലാണ് എൻ്റെ രാഷ്ട്രീയ ദൗത്യം എന്നയാൾ പറയുന്നു. അവന്മാരെ ഓടിക്കണം ഇവിടെ നിന്ന്. എന്നിട്ടിപ്പം മുസ്ലിം, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി റോഡിലൂടെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ആൾക്കൂട്ടം പുള്ളിക്കാരൻ്റെ കൂടെ കൂടുന്നു. അപ്പോൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വരുന്നു. ആ മുസ്ലിം ചെറുപ്പക്കാരനെ പുള്ളി കൈകൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് അയാളുടെ മുന്നിൽ അടിക്കുകയാണ്. സ്നേഹമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയും, പക്ഷേ കാണുന്ന മുഴുവൻ പേർക്കും അറിയാം അത്ര ഇൻസൾട്ടാണ്. എന്നിട്ട് മുസ്ലിം ഫേസുള്ള, മുസ്ലിം രൂപങ്ങളുള്ള ഒരു മനുഷ്യനോട് ഞാൻ എൻ്റെ അനുതാപത്തിൻ്റെ ഒരു കണവും ബാക്കി വെച്ചിട്ടില്ല എന്ന സന്ദേശം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവരെ ഇൻ ടോട്ടൽ അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരു സന്ദേശത്തിലാണ് പുള്ളി എപ്പോഴും വർക്ക് ചെയ്യുക. അത് ഇന്ത്യയിൽ നടക്കുന്നു. സുപ്രീം കോടതി ആലോചിക്കണ്ടേ? 2023 പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഗൈഡ് ലൈനെ ഒരു മനുഷ്യനിങ്ങനെ നിരന്തരമായിട്ട് ലംഘിക്കുകയാണ്. ഒരു കേസെടുക്കണമെന്ന്
പോട്ടെ, അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും തുല്യതയോടെ ജീവിക്കാൻ കഴിയുന്ന ഭരണഘടനയുടെ കസ്റ്റോഡിയൻ സുപ്രീം കോടതിയാണല്ലോ. സുപ്രീം കോടതി ഇപ്പോൾ നോക്കുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങളെ പോലെ ഒരാൾ എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ റിയാലിറ്റി അതിൽ എനിക്ക് ഏറ്റവും തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ ഈ അവരുടെ പരിപാടി BJP, ഹിന്ദുത്വം, RSS അവരുടെ പരിപാടി വർഗീയത പറയലാണ്. അവരത് പറയും, അത് പല രൂപത്തിൽ പല വോളിയത്തിൽ അവർ പറയും. അതിന് ഒരു തടസ്സം നിൽക്കേണ്ട മെക്കാനിസമായിട്ടുള്ള കോടതികൾ എന്ത് ചെയ്യുന്നു, സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതി ഒരു കേസെടുക്കാൻ പോലും സ്വമേധയാ ഒരു കേസെടുക്കാനോ അല്ലെങ്കിൽ അസം പോലീസിനോട് കേസെടുക്കണോ നിർദ്ദേശിക്കാനോ പോലും തയ്യാറായിട്ടില്ല. അവിടെയാണ് നമുക്ക് നിരാശ. അപ്പോൾ ഈ ഹിന്ദുത്വത്തിൻ്റെ ഈ പറയുന്ന പ്രചാരണം ഇങ്ങനെ നടക്കവേ അത് നോക്കി നിൽക്കലാണ് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തം. അത് തടയാൻ ആർക്കും കഴിയില്ല എന്ന നിരാശയോ നിസ്സംഗതയോ അനുകൂല ഭാവമോ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സംഭവിക്കുന്നത്? അവിടെ നമ്മൾ കാണുന്നത്. അല്ല, BJP ഹിമന്ത ബിശ്വ ശർമ്മയെ നന്നാക്കൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അവരുടെ അടിസ്ഥാന അടിത്തറ എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം അവർക്ക് മനുഷ്യന്മാരുടെ ജീവിതം ബെറ്റർ ആക്കുക എന്നുള്ളതല്ല അവരുടെ ഉത്തരവാദിത്വം. അവരുടെ രാഷ്ട്രീയം അതല്ല. അവർക്ക് പവർ വേണം. ആ പവറിന് അവർ മനുഷ്യന്മാരെ നിരന്തരമായി ശിഥിലമാക്കിക്കൊണ്ടേയിരിക്കും. അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് കിട്ടുന്ന ഒരു പവർ അവർക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല, കാരണം ആലോചിക്കാനും കഴിയില്ല, കാരണം അവരുടെ വഴി അതല്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞല്ലോ പലതരത്തിലുള്ള അഴിമതികൾ, സാമ്പത്തിക താല്പര്യങ്ങൾ, പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ചേഞ്ചിങ് ഫോഴ്സായിട്ട് നിൽക്കേണ്ട ഒന്ന് പ്രതിപക്ഷമാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്? കോടതികളാണ്. പ്രതിപക്ഷം അതിനകത്തൊരു പൊസിഷൻ എടുത്തുവെങ്കിലും അതിനെ ഭയങ്കര ലൗഡായിട്ട് അതിനെ കൊണ്ടുവരാനോ അതിനെ ചെറുക്കാനോ അവർ തയ്യാറായിട്ടില്ല. അവരും ഭയപ്പെടുകയാണത്. ഓൾറെഡി BJP ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ അറ്റ്മോസ്ഫിയറിനകത്ത് നമ്മൾ പോയിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി അധികം സംസാരിക്കാൻ നിന്നാൽ അത് നമ്മുടെ അപ്പുറത്തെ വോട്ട് നഷ്ടപ്പെടുമെന്ന ഭയപ്പാട് അവിടെയുണ്ട്. പക്ഷേ ആ ഭയപ്പാട് കൊണ്ടിരുന്നാൽ ഈ നാട് മുടിഞ്ഞു പോകും, ഈ നാട് ഇങ്ങനെ ആയിപ്പോവും. സോ അതുകൊണ്ട് ഉറക്കെ ശബ്ദിക്കാനും ഇറങ്ങി തെരുവിൽ നിൽക്കാനും വർഗീയതയുടെ ഈ രഥം തടയാനുള്ള ബാധ്യത രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രതിപക്ഷത്തുള്ള കക്ഷികൾക്കുണ്ട്. ആൻഡ് സുപ്രീം കോടതിക്ക് അതിനേക്കാൾ വലിയ ബാധ്യതയാണ് ആ കാര്യത്തിലുള്ളത്. അത് നിറവേറ്റാത്തിടത്തോളം കാലം ഈ പറഞ്ഞ മുസ്ലിം രൂപങ്ങൾക്ക് നേരെ വെടിവെക്കുകയും. അപ്പോൾ എന്താണ് നാളെ നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രളയ ജിഹാദ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ജിഹാദ് എന്നൊക്കെ പറഞ്ഞു നടന്നു അയാൾ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തോക്കെടുത്ത് വെടിവെക്കുന്ന വീഡിയോ നാളെ ഏതൊക്കെ തരത്തിലുള്ള പ്രയോഗ വഴികളിലേക്ക് ഇവരൊക്കെ പോകുന്ന ആർക്കറിയാം? അപ്പോൾ ഇതിൻ്റെ കേരളത്തിൽ പോലും ആൾക്കാർ അതിനെ കാണുന്നത് എങ്ങനെയാണ്? ഇത്രയും പീക്കിൽ എത്തിക്കഴിഞ്ഞിട്ട് പോലും നമ്മൾ BJP അങ്ങനെയാണ് എന്ന് കാണുകയാണല്ലോ. ആരാ അതിൻ്റെ ഇരകൾ? അപ്പോൾ അവിടെ ജീവിക്കുന്ന ഒരു മുസ്ലിം മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ ഒരു ഫീൽ എന്താണ്? നമ്മളെപ്പോഴും വിചാരിക്കുന്നതാണ് ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ആ ഭരണകൂടം രൂപീകൃതമായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപോലെ കാണും, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും, നമുക്ക് നീതി ഉറപ്പാക്കി തരും, ഭരണഘടനാപരമായ വാല്യൂസ് നമുക്ക് എല്ലാവർക്കും അർഹതപ്പെട്ട എന്നല്ല വിചാരിച്ചാലേ നമ്മൾ ജീവിക്കുന്നത്. അതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസ്. റോഡിലിറങ്ങി നിൽക്കാനുള്ള നമ്മുടെ പവർ എന്താണ്? ഈ രാജ്യത്തെ പൗരനാണ് ഞാൻ, ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സംരക്ഷണം എനിക്കുമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഉറക്ക വർത്തമാനം പറയുന്നത്, നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. അസമിലെ ഒരു സാധാരണ മുസ്ലിം, അയാൾ മിയ മുസ്ലിം ഓർ അസം മുസ്ലിം എന്ന കൺഫ്യൂഷനൊന്നുമില്ല. ഏത് മുസ്ലിമിനെ കണ്ടാലും അങ്ങനെ ചാപ്പ കുത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. അവിടെ മനുഷ്യൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്തായിരിക്കും? അയാൾ അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ എന്ന് പറയുന്ന സംഗതി എന്തായിരിക്കും? അതാണ് നമ്മളിപ്പം റോഹിംഗ്യൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തെരുവിലിറങ്ങി നിൽക്കപ്പെടുന്ന മനുഷ്യന് വിലാസമില്ലാത്ത മനുഷ്യർ, ആരും ചോദിക്കാനില്ലാത്ത മനുഷ്യർ. ഞാൻ പറഞ്ഞത് ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ളവരെ കുറിച്ച് മാത്രമല്ല, അവിടെ ഉള്ളവരടക്കം എല്ലാവരെയും കൂട്ടിയാണല്ലോ ഈ ചാപ്പ അങ്ങോട്ട് അടിക്കുന്നത്. അപ്പോൾ അവരനുഭവിക്കുന്ന അരക്ഷിത ബോധവും അവർക്ക് ഏൽപ്പിക്കുന്ന അന്തസ്സിനെ ഏൽക്കുന്ന മുറിവും അവരനുഭവിക്കുന്ന പീഡയും അത് ഇന്ത്യയുടെ മുറിവാണ്. അത് മനസ്സിലാക്കാനുള്ള ബാധ്യത ഭരണഘടനയുടെ തലതൊട്ടപ്പന്മാർ കസ്റ്റോഡിയൻ അവകാശപ്പെടുന്ന സുപ്രീം കോടതിക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ പറയുക. അതെ, BJP ഭരിക്കുന്ന രാജ്യത്ത് BJP അല്ലെങ്കിൽ ഒരു BJP മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാൻ വയ്യ.